ധ്യാനപീഠചിന്തകൾ. ധ്യാനപീഠചിന്തകൾ, എ ഡിവോഷണൽ തോട്ട് ഫോർ വർഷിപ്പ്. യേശുക്രിസ്തുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിന് ആധാരമായി മർക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം 40, 41, 42 വാക്യങ്ങൾ വായിച്ച് കേൾപ്പിക്കുന്നു. ഗോസ്പൽ അക്കോർഡിംഗ് ടു മാർക്ക് ചാപ്റ്റർ 1 വേഴ്സസ് 40, 41 and 42. ഒരു കുഷ്ഠരോഗി അവൻ്റെ അടുക്കൽ വന്നു മുട്ടുകുത്തി, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് അപേക്ഷിച്ചു. യേശു മനസ്സലിഞ്ഞു, കൈനീട്ടി അവനെ തൊട്ടു, മനസ്സുണ്ട്, ശുദ്ധമാക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം വിട്ടുമാറി അവന് ശുദ്ധി വന്നു. എല്ലാവർക്കും ധ്യാനപീഠ ചിന്തയിലേക്ക് സ്വാഗതം. നമുക്ക് വളരെ സുപരിചിതമായ ഒരു സംഭവമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. ഇതേ ഭാഗം തന്നെ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൻ്റെ പ്രാരംഭ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. നമ്മുടെ കർത്താവിൻ്റെ ഗിരിപ്രഭാഷണം മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ നാം വായിക്കുന്നുണ്ട്. ആ ഗിരിപ്രഭാഷണം കഴിഞ്ഞ് കർത്താവ് മലയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഭാഗമാണ് 8-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ കർത്താവിനെ ആദ്യം എതിരേറ്റിരിക്കുന്ന വ്യക്തിത്വമായിട്ടാണ് ഈ കുഷ്ഠരോഗിയെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. മർക്കോസ് ലേഖയും അതുതന്നെയാണ് ഇവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. ആ കുഷ്ഠരോഗിയുടെ പശ്ചാത്തലമാണ്. കുഷ്ഠരോഗിയെ സംബന്ധിച്ച് ന്യായപ്രമാണം പറയുന്ന ചില വിഷയങ്ങൾ നമുക്കറിയാം. ലേവ്യ പുസ്തകത്തിൽ കുഷ്ഠരോഗിയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത് കുഷ്ഠരോഗി താൻ അശുദ്ധൻ എന്ന് ഉറക്കെ വിളിച്ചു പറയണം എന്നുള്ളതാണ്. മാത്രമല്ല, അദ്ദേഹത്തിന് സമൂഹത്തിലേക്ക് വരുവാനായിട്ട് ഒരിക്കൽ പോലും കഴിയാത്ത വ്യക്തിത്വമാണ്. അദ്ദേഹം പാളയത്തിന് പുറത്ത് വസിക്കേണ്ട ഒരു വ്യക്തിയായിട്ടാണ് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കുഷ്ഠമെന്ന ആ മാരകമായ രോഗത്തിന് ന്യായപ്രമാണം അനുശാസിക്കുന്നതനുസരിച്ച് ആളുകൾ കൂടി വരുന്നിടത്തേക്കോ ദേവാലയത്തിലേക്കോ ഒന്നും ഒരിക്കൽ പോലും കടന്നു വരുവാൻ അർഹതയില്ലാത്തവൻ എന്ന് പറയുക മാത്രമല്ല, തൻ്റെ അധരം കൊണ്ട് താൻ അശുദ്ധനാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിക്കണം. താൻ പോകുന്ന വഴിയിൽ അശുദ്ധനെന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾ അത് കേൾക്കുകയും അവർക്ക് മനസ്സിലാകും ഇദ്ദേഹം ഒരു കുഷ്ഠരോഗിയാണ് എന്ന് മനസ്സിലായി വഴിമാറിപ്പോവുകയും ചെയ്യുകയാണ് സാധാരണ സംഭവിക്കാറുള്ളത്. അപ്പോൾ ഒരു കുഷ്ഠരോഗിയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ വളരെ കാഠിന്യമുള്ള നിയമങ്ങളാണ്. എന്നാൽ ഇവിടെ നിങ്ങൾ നോക്കുക, യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുന്ന ഒരു കുഷ്ഠരോഗിയെ നമുക്ക് കാണുവാൻ കഴിയുകയാണ്. ആ കുഷ്ഠരോഗി ഇതുവരെയും പാളയത്തിന് പുറത്തു വസിച്ചവനാണ്. പക്ഷേ ഇവിടെ ഇതാ യേശുവിൻ്റെ മനോഹരമായ ഗിരിപ്രഭാഷണത്തെക്കുറിച്ച് ഒരുപക്ഷെ അവൻ കേട്ടിട്ടുണ്ടാകാം. അവൻ യേശുവിൻ്റെ അടുക്കലേക്ക് വരികയാ. ആ വന്നിട്ട് യേശുവിനോട് പറയുന്ന വാക്കാണ് നാം വായിച്ചു കേട്ടത്, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ അടുക്കൽ വന്ന് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും. ഈ വാക്ക് പറയുമ്പോൾ അടുത്തതായിട്ട് അവിടെ ഒരു പ്രവൃത്തി സംഭവിക്കുകയാണ്. എന്താണ് അവിടെ സംഭവിച്ചത്? യേശു തൻ്റെ കൈകൊണ്ട് ആരും തൊടാത്ത, ആരും അടുക്കുവാൻ മടിക്കുന്ന, ഏറ്റവും നികൃഷ്ടമെന്ന് വിശേഷിപ്പിക്കുവാൻ കഴിയുന്ന ആ മാരകമായ രോഗമുണ്ടല്ലോ, ആ രോഗിയുടെ ശരീരത്തിലേക്ക് തൻ്റെ കൈ തൊട്ടു എന്നാണ് നാം വായിക്കുന്നത്. ഉടനെ തന്നെ ആ കുഷ്ഠരോഗം മാറുകയും അവൻ പരിപൂർണമായിട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്തു. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിൽ ഇന്നുവരെയും ന്യായപ്രമാണത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ഒരൊറ്റ വ്യക്തി പോലും ഒരു കുഷ്ഠരോഗിയുടെയും ശരീരത്ത് തൊട്ടിട്ടില്ല. തൊട്ടാൽ അവനും അശുദ്ധമായി തീരും. അതുകൊണ്ട് തന്നെ ന്യായപ്രമാണം അവനെ അതിൽ നിന്ന് വിലക്കിയിരിക്കുകയാണ്. എന്നാൽ യേശുവിൻ്റെ അടുക്കിലേക്ക് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു വന്ന ആ കുഷ്ഠരോഗിയെ അനാഥനാക്കി വിടാതെ തൻ്റെ വലങ്കരം കൊണ്ട് അവൻ്റെ ശരീരത്തിന്മേൽ തൊട്ട് അവൻ്റെ ആ ഭീകരമായിരിക്കുന്ന രോഗത്തിന് ശാശ്വതമായ പരിഹാരം കൊടുത്ത് അവൻ ശുദ്ധിയുള്ളവനായി തീർന്നു എന്ന് നാം വായിക്കുകയാണ്. ഈ പ്രഭാതത്തിൽ അവൻ ഒരു പക്ഷെങ്കിൽ അശുദ്ധൻ എന്ന് വിളിച്ച് എത്രയോ തവണ നടന്നിട്ടുണ്ടാകാം. എന്നാൽ അവൻ്റെ അശുദ്ധി എന്നേക്കുമായിട്ട് നമ്മുടെ കർത്താവിൻ്റെ വലങ്കരം തൊട്ടപ്പോൾ മാറുവാനിടയായിട്ട് തീർന്നു. അവൻ ശുദ്ധിയുള്ളവനായിട്ട് തീർന്നു. പ്രിയപ്പെട്ടവരെ, ഈ പ്രഭാതത്തിൽ ഞാൻ ഈ വേദഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് മറ്റൊരു കാര്യം ഓർപ്പിക്കുവാൻ വേണ്ടിയാണ്. ഈ പറഞ്ഞിരിക്കുന്ന കുഷ്ഠം പോലെ പോരാ, അതിനേക്കാൾ എത്രയോ മാരകമായ വിഷമായിരുന്നു നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതിനെ നമ്മൾക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്നത് പാപത്തിൻ്റെ കുഷ്ഠം എന്നാണ്. പാപത്തിൻ്റെ കുഷ്ഠമാണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതെല്ലാ മനുഷ്യരിലും ഒരുപോലെ പരന്ന ഒന്നായിരുന്നു. എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് ഇല്ലാത്തവരായിട്ട് തീർന്നതിൻ്റെ കാരണം ആ പാപകുഷ്ഠത്തിന് അടിമകളായിട്ട് നാം തീർന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ആ പാപകുഷ്ഠത്തെ പരിഹരിച്ചു തരുവാൻ
ആരുടെയും കരം തൊട്ടതുകൊണ്ട് മതിയാകുമായിരുന്നില്ല. നമ്മുടെ കർത്താവിൻ്റെ കരം തൊട്ടതുകൊണ്ടും പാപത്തിൻ്റെ കുഷ്ഠം മാറ്റിക്കളയുവാൻ കഴിയാതിരുന്നു. എന്നാൽ പറയട്ടെ, ആ പാപത്തിൻ്റെ കുഷ്ഠത്തെ എന്നേക്കും പരിഹരിക്കുവാൻ ഈ താണഭൂമിയിലേക്ക് കടന്നു വന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തു അതിന് പകരമായിട്ട് ചെയ്തത് എന്താണ് എന്ന് നമുക്കറിയാം. ഗോൽഗോഥ മലമുകളിൽ നമുക്ക് വേണ്ടി, മാനവ സമൂഹത്തിനു വേണ്ടി ക്രൂശിൽ മരിപ്പാനിടയായിട്ട് തീർന്നു. അതുകൊണ്ട് യോഹന്നാൻ ശ്ലീഹ ഇങ്ങനെ എഴുതി വെക്കുകയുണ്ടായി, അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ വാസ്തവത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ശുദ്ധീകരണം എന്ന് പറയുന്നത് അത് കർത്താവിൻ്റെ രക്തത്താൽ മാത്രം സാധ്യമായി കിട്ടുന്ന ഒരു ശുദ്ധീകരണമാണ്. ശരീരത്തിലുണ്ടായ കുഷ്ഠനിമിത്തം എന്നേക്കും ന്യായപ്രമാണത്തിൽ നിന്ന് എന്നേക്കും മാറി നിൽക്കേണ്ട കുഷ്ഠരോഗിക്ക് ശാശ്വതമായ പരിഹാരം കർത്താവ് തൻ്റെ കരം തൊട്ട് നൽകിക്കൊടുത്തു എങ്കിൽ നമ്മുടെ പാപകുഷ്ഠത്തിന് പരിഹാരം തരുവാൻ അവിടുത്തെ രക്തം ചൊരിയേണ്ടതായിട്ട് വന്നു. ഈ പ്രഭാതത്തിൽ നമുക്ക് ധ്യാനിക്കുവാൻ കഴിയുന്നത് അതാണ്. ഗോൽഗോഥ മലമുകളിൽ നമുക്ക് വേണ്ടി അപാദചൂട മുറിവേൽക്കപ്പെട്ടവനായി നമ്മുടെ കർത്താവ് മരിക്കുകയും ആ ശരീരത്തിൽ നിന്നും ഊറി വന്ന രക്തത്താൽ മനുഷ്യവർഗത്തിന്റെ പാപകുഷ്ഠത്തിന് ശാശ്വതമായ പരിഹാരം ഒരുക്കുകയും ചെയ്തു. നമ്മെ ശുദ്ധി ചെയ്ത, ദൈവമക്കളാക്കി തീർത്ത നിസ്സീമമായ നമ്മുടെ ദൈവത്തിന്റെ സ്നേഹത്തിന് മുമ്പാകെ എല്ലാ മഹത്വവും അർപ്പിക്കാം. ഇന്ന് പ്രഭാതത്തിൽ നമ്മുടെ കർത്താവിലൂടെ പിതാവായ ദൈവത്തിന്റെ മഹത്വത്തെ കാണാം, അവിടുത്തെ ആരാധിക്കാം. അവിടുത്തെ വിലയേറിയ നാമം മാത്രം മഹിമപ്പെടുമാറാകട്ടെ.